ഹലോ, ഗുഡ് ഈവനിങ്. ലാഫിംഗ് തെറാപ്പിയുടെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് സി കേരളം സൂപ്പർ ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ഗ്രാൻഡ് വെൽക്കം. Welcome everyone, and now you are watching IHNA Australia and Pavaram Cook-Off Smart Curry Powder, C Kerala Super Show co-presented by Sunfeast, Wowzers, co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner, Camry Ice Cream, special partners Kia Ceros, Equastar UPVC Rain Gutters, Cardia Coconut Oil, energy partner Suntips Tea. Welcome. നമ്മുടെ മലയാള സിനിമയിലെ ഒരു എവർഗ്രീൻ ഹിറ്റ്സ്, ഒരു വടക്കൻ വീരഗാഥ. ഈ ഒരു സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇഷ്ടാണോ? പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ട് കൈയും രണ്ട് കാലും. ഓക്കെ, അപ്പോ തവണ എന്റെ വീട്ടില് കാസറ്റ് ഉണ്ടായിരുന്നതാണ്. സിനിമകളിൽ ഒന്നാണ് തേന്മാവിൻ കൊമ്പത്ത്, ആകാശദൂത്, വടക്കൻ വീരഗാഥ. മൂന്നേ കാസറ്റ്. ഈ കാസറ്റുകൾ ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരുന്നു. ഇതിൽ ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാ? ചന്ദന ലേപ സുഗന്ധം. കളരി വിളക്കു തെളിഞ്ഞതാണോ? അതിലെ എല്ലാ പാട്ടുകളും എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് അല്ലേ? ഏതാ നെൽസൺ ചേട്ടാ? ഒരു പാട്ട് മൂളുന്നോ? ചേട്ടാ ഒന്ന് പറഞ്ഞു. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ? യൗവനമോ ഋതുദേവതയോ? ആ പുഴ നീന്തി രാത്രി കുതിരയിൽ വരുമ്പോ ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വടക്കൻ വീരഗാഥയില് ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുള്ള കൊച്ചുകുട്ടികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, അവരുടെ ബാല്യം. അതായത് യങ് ആയിട്ടുള്ള ഉണ്ണിയാർച്ച, ചന്തു. അപ്പോ നമ്മുടെ സൂപ്പർ ഷോന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു വടക്കൻ വീരഗാഥ, അവരുടെ ഒരു ബാല്യകാലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഒരു സൂപ്പർ ഷോ വേർഷൻ, ഒരു വടക്കൻ വീരഗാഥ. നമ്മുടെ ശൈശവിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർച്ച ചന്തുവിനുള്ളതാണ്. ഇനി ചന്തു ആർച്ചയ്ക്കുള്ളതാണ്. ചന്തു ആർച്ചേ. ഞെട്ടിയോ ശരിക്കും? കുഞ്ഞു കുട്ടികളായിട്ട് ഞെട്ടി. ഇവർ രണ്ടുപേരും ആയിരുന്നല്ലോ ആ കുഞ്ഞിക്കുട്ടികൾ. അതെ, അവര് പെട്ടെന്ന് വലുതായി. ഒരു 35 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വരുന്നത് അതിന് കുശുമ്പുള്ളൊരു മനുഷ്യനാണ് നിന്റെ വലതുവശത്ത് നിൽക്കുന്നത്. ഇയാള് വലുതാവുന്നേ ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ആ മുഖത്തോട്ടൊന്ന് നോക്ക്. ഇല്ല, നവ്യക്ക് എപ്പോഴും എന്നോട് ഒരു കുശുമ്പുണ്ട് എന്ന് പറഞ്ഞതാ. ഇവിടെ മോശമൊന്നും അല്ല കേട്ടോ, അതും പറയണം. വടക്കൻ വീരഗാഥ ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. മലയാളത്തിലെ എല്ലാവരും ഏറ്റവും അധികം, അതായത് ഇഷ്ടത്തോടുകൂടി കണ്ടൊരു സിനിമ. ആൻഡ് അതുപോലെ തന്നെ ഇനിയുള്ളവർക്ക് വേണ്ടിയിട്ടും ആ ഒരു വലിയ സിനിമ റിലീസിന് ഒരുങ്ങാണ്. ഒരു വടക്കൻ വീരഗാഥ ബിഗ് തിയേറ്റേഴ്സിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം, ഇത്രയും വലിയൊരു സിനിമ. സീരിയസ്നെസ് ഒക്കെ എന്തെങ്കിലും അറിയായിരുന്നോ? ഒന്നും അറിയില്ല. ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് കളിക്കാലോ. 6 വയസ്സല്ലേ?
ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ പോയി കളിക്കാലോ, അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള. ഷോട്ട് എടുക്കല, സ്കൂളിൽ പോവാ, അത് കഴിഞ്ഞ് വെക്കേഷൻ അല്ലേ? അങ്ങനെയായിരുന്നു. എൻജോയ് ചെയ്ത് ഇന്നാണ് ഞങ്ങള് പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചായിട്ട് അഭിനയിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്നിട്ട് അവരെ ഞാൻ എത്ര ട്രോമറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇന്നാണ് മനസ്സിലാക്കിയത്. 6 വയസ്സിലോ? ഞാൻ ഭയങ്കര സാധനമായിരുന്നു എന്ന്. എല്ലാവരും ഒരു വിനീതനൊക്കെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് തീരുന്നില്ല. അങ്ങനെയായിരുന്നു, നീ ഇങ്ങനെയായിരുന്നു, നീ അങ്ങനെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ച്വലി ജോമോളെയാണ് അതിനകത്ത് കല്യാണം കഴിക്കുന്നത്. അപ്പൊ കാണിച്ചു അത് ആണോ? നൈസ്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ കാണണോ? എനിക്ക് വേണ്ടിട്ട് ആ അമിട്ടിനെയും ചിമിട്ടിനെയും ഒന്ന് വിളിച്ചോട്ടെ. യെസ്. ശൈശവ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർച്ച ചന്തുവിനുള്ളതാണ്. ഇനി ചന്തു ആർച്ചയ്ക്കുള്ളതാണ്. ചന്തു ആർച്ച ആരെയും ചെയ്തെന്നറിയോ? ചേച്ചി ആരെയും ചെയ്തെന്നറിയോ? ഏട്ടൻ. ഈ ഏട്ടൻ. ഓ ഇങ്ങനെയൊക്കെ ഈ ഏട്ടൻ, ഈ ബ്രോന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇവര് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എൻ്റർ ചെയ്യണം. എന്നിട്ട് ഈ മക്കൾ ഇങ്ങോട്ട് പോയപ്പോൾ എന്നോട്, ചേച്ചി അവര് പിടിച്ചതുപോലെ കൈ പിടിച്ച് നിങ്ങൾ ഇറങ്ങണം. ഈ മനുഷ്യനെ എനിക്കൊരു 5 മീറ്റർ മുൻപ് ഓടി. അന്ന് കല്യാണം നടക്കുമ്പോഴേ ഞാൻ പേടിച്ചിട്ടായിരുന്നു. കാരണം ഇനി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോണ്ടി വരുമോ? കാരണം അന്ന് മാലയിടുന്ന സമയത്തും കൈവിറക്കിയ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഭയങ്കര നെർവസ് ആയിരുന്നോ? നെർവസ് ആക്ച്വലി കല്യാണം കഴിക്കുന്നതിന്റെ ആയിരുന്നു, ജോമോളായിരുന്നു എന്നുള്ളതിന്റെ ആയിരുന്നു. അത് ഞങ്ങളുടെ ഇതിനു വേണ്ടിട്ട് ഒരു ഫസ്റ്റ് അന്നൊരു ഓഡീഷൻ പോലെ ഒരു ഇന്റർവ്യൂ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുട്ടികളെല്ലാവരും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരാൾ സ്കൂട്ടറിൽ വരുന്നു, ഈ പറയുന്ന രീതിയിൽ ഫുൾ ഹെയർ കുലുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് സൈഡിൽ ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കോസ്റ്റ്യൂമിൽ വന്നിറങ്ങിയിട്ട് ഈ സിനിമ, അതാണ് ആലോചിക്കേണ്ടത്. അതായത് ഈ സിനിമ നടക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ജോ കയറി വരുന്നത്. അപ്പൊ അന്ന് പേടിച്ചതാണ്. ഇന്ന് ഞങ്ങൾ വന്നപ്പോഴാണ് പഴയ ഫോട്ടോസ് ഉണ്ടല്ലോ, ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമല്ലോ, അതിങ്ങനെ മൊബൈലിൽ എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഒറ്റ ഫോട്ടോയിലും ഞാനില്ല. ഇവരെല്ലാവരും ഉണ്ട് എല്ലാ ഫോട്ടോസിലും. ഒറ്റ ഫോട്ടോയിലും ഗ്രൂപ്പ് ഫോട്ടോയിലും ഞാനില്ല. ഈ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ ഒന്നത് കാണിച്ചോട്ടെ? ടെൻഷൻ ആയിപ്പോയോ? വലിയൊരു ഭാഗ്യാണ് അല്ലേ ഇതിനകത്ത്. ഇപ്പൊ ഈ ഫോട്ടോയിൽ അത് ക്ലാരിറ്റി ഇല്ല. മമ്മൂക്കയുടെ ഇവിടെ ഒരു മറുകുണ്ട്. അത് എൻ്റെ അവിടെയും എനിക്കൊരു മറുകുണ്ടായിരുന്നു അന്ന് ഈ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത്. പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. ചെറുപ്പത്തിൽ ഇങ്ങനെയാ കണ്ണ്, അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ വലുതാകുമ്പോൾ മാറി. അപ്പം അന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂവിന് ആക്ച്വലി കൊണ്ടുപോയിട്ട് ഫൈനലി കോസ്റ്റ്യൂം ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ്യൂമിൽ എന്നെയും അതിനകത്ത് റോഷൻ, ആരോമൽ ചേകരുടെ കുട്ടിക്കാലം അഭിനയിച്ചത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂമിൽ നിർത്തിയിട്ട് ഇതിൽ ആരായിരിക്കണം ചന്തു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുമ്പോൾ ഫൈനലി MT സാർ ഒരു ലെൻസൊക്കെ വെച്ച് എൻ്റെ കണ്ണ് നോക്കി. എന്നിട്ട് അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ കണ്ണുള്ളവർക്ക് വലുതാവുമ്പോൾ കണ്ണിന്റെ കളർ മാറും എന്ന് MT സാർ അന്ന് ഒബ്സർവ് ചെയ്തിരുന്നു. ശരിക്കും അങ്ങനെയായിരുന്നു. എനിക്ക് അന്നുള്ള കളറല്ല ഇപ്പൊ എന്റെ കണ്ണ്. ശരിയാണ്. മാത്രമല്ല അന്ന് എനിക്ക് ഇവിടെ കറക്റ്റായിട്ട് മമ്മൂക്കയുടെ പോലെ ഒരു മറുക ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചന്തു ആയത്. അത്രയും MT സാറിനെ ഓർക്കുകയാണ്. കാരണം അത്രയും ഒബ്സർവ് ചെയ്തല്ലേ ആ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളും. സോ ഇപ്പൊ നമ്മളിതാ കുഞ്ഞി ചന്തുവിനെയും അതുപോലെ തന്നെ ഉണ്ണിയാർച്ചയും നമ്മൾ കണ്ടു. അപ്പോ ഇനി നമുക്കൊരു വലിയ ചന്തുവിനെ കണ്ടോലോ. അതായത് ഈ ചന്തു ഇനി ഇതാ വലുതായിട്ട് വരുന്ന ഒരു ചന്തു നമുക്കൊന്ന് കണ്ടാലോ? ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ, കാമിനിയോ മൈവണ്ണപ്പെട്ടി തുറന്നു. എനിക്കൊരു സംശയം, ഇത് ചന്തു ആണോ മാവേലിയാണോ? ചിരിപ്പിക്കല്ലേ? ഒളിപ്പിച്ചു വെച്ച വയറും കൂടെ പുറത്തു വരും. ഞാൻ ചന്തു, ചന്തു 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 ചന്തു
കുമരമ്പുഴ നീന്തിക്കിടന്ന് ഉണ്ണിയാർച്ചയുടെ അറയിൽ ഒളിച്ചു കിടന്നവൻ ചന്തു. ഇനി എന്നെ കുറിച്ച് പാണിന് പാടി നടക്കാൻ എന്തുണ്ട്? ഞാനൊന്ന് കേക്കട്ടെ, പറഞ്ഞാട്ടെ. ഈ പുഴ നീന്തി കടന്നു വന്നെന്ന് പറഞ്ഞിട്ട് വെള്ളമൊന്നും കാണാനില്ലല്ലോ ദേഹത്ത്. വെള്ളം ദേഹത്ത് കാണാനില്ല, ഉള്ളിലുണ്ട്. ഒരല്പം കുടിച്ചു. അതാണ് വയറിയാടിയിരിക്കുന്നത്. സിക്സ് പാക്ക് ആയിരുന്നല്ലോ ചന്തു. വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ. ചന്തുവിന് ഒരു വെള്ള കുതിര ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് ഞാൻ പറഞ്ഞുതരാം. കുതിരപ്പുറത്താണ് വന്നത്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് കേട്ടിട്ടില്ലേ? നൂറെ കുതിരപ്പൊന്ന് പാഞ്ഞിങ്ങനെ വന്നതാ. വെള്ളം കണ്ടതും കുതിര അവിടെ നിന്ന് ഞാൻ ഉത്സവം പറഞ്ഞ് വാട്ടർ മെട്രോയിൽ ചെന്ന് വീണു. അവരെന്നെ ഇക്കരെ കൊണ്ടുവിട്ടു. അക്കരെ കുതിര നിപ്പുണ്ട്. ഇപ്പൊ 150 രൂപയ്ക്ക് മറൈൻ ഡ്രൈവിൽ സായിപ്പുമാർക്ക് റൗണ്ട് അടിക്കാൻ വിട്ടുകൊടുത്തിട്ട് വന്നേക്കാണ്. അങ്ങനെ അനാവശ്യമായ ഒരു വരുമാനം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും പേര് വിടുന്നില്ല, ചതിയൻ ചന്തു. അല്ല, എന്തിനാ ഈ ചതയൻ ചന്തു എന്ന് വിളിക്കുന്നത്? ചതിക്കാത്ത ചന്തു എന്ന് വിളിക്കാൻ ഞാൻ ജയസൂരി അല്ലല്ലോ. ഇത് ചതിയൻ ചന്തുവാണ്. അല്ല, എന്തിനാണ് അങ്ങ് ഇപ്പൊ എന്താ അങ്ങോട്ട് വരാൻ കാര്യം? എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം. ആ, ഞാൻ എൻട്രി ആയപ്പോ ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ആ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. എനിക്കത് ചില സംശയങ്ങളുണ്ട്. ചോദിക്കൂ. ഈ ചന്ദന ലേപ സുഗന്ധം ചൂടിയതാര്? എ കാറ്റ്, ബി കാമിനി, സി ഇതൊന്നുമല്ല.